BCAയുടെയും BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെയൊക്കെ ഇൻറ്റേർണൽ എക്സാംസ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൻ്റെ യൂണിറ്റ് 1ലെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആദ്യം അത് പോയിട്ട് കാണുക. അതിനുശേഷം നമുക്ക് ഇതാണ് പാർട്ട് 2 ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാർട്ട് 2 എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ പറയണത് IDE എന്താണ് എന്നുള്ളതാണ്. IDE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി എന്താണ് IDE എന്ന് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എൻവിറോൺമെൻറ്റിനെയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? പ്രോഗ്രാം എഴുതാൻ പറ്റും, കമ്പൈൽ ചെയ്യാൻ പറ്റും, ഡീബഗ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പ്രോഗ്രാം റൺ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് വളരെ ഈസിയാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ IDE യൂസ് ചെയ്യുന്നതിന് എന്തൊക്കെയുണ്ട്? പല അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഹൈ ആണെന്ന് പറയുന്നത് കോഡിൻ്റെ റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ചില സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില കമ്പൈലേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എററൊക്കെ നമ്മൾ മാനുവലി കണ്ടുപിടിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ തെറ്റുകൾ സംഭവിക്കാം. ഈവൻ നമ്മൾ നോക്കി എഴുതുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് തെറ്റുകൾ വരാറുണ്ട്. കാരണം ചെറിയൊരു ഡോട്ടോ അല്ലെങ്കിൽ ഒരു കൊമേഡിയോ ഒക്കെ ഡിഫറൻസ് വന്നാൽ തന്നെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിനെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എറർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. എന്ത്? ഈ IDE സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കോഡ് കമ്പൈലേഴ്സിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോഡ് കംപ്ലീഷന് സജഷൻ കിട്ടും. കാരണം നമ്മളിപ്പോൾ ഒരു കോഡ് എഴുതുകയെന്ന് വിചാരിക്കുക, നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ സജഷൻ കാണിക്കും. അപ്പോൾ നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അതിൽ തന്നെ ഡീബഗിങ് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ സാധാരണ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റൊക്കെ ആണല്ലോ നമ്മൾ കമ്പൈൽ ചെയ്യുന്നതിന് യൂസ് ചെയ്യുക. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് ഈ IDE, പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റ് ഫീൽഡിലോട്ട് ന്യൂ ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇനി IDE നമ്മുടെ സി പ്രോഗ്രാമിങ്ങിന് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന IDEs ഏതൊക്കെയാണെന്ന് നോക്കാം. ടർബോ സി, കോഡ് ബ്ലോക്സ്, വിഷ്വൽ സ്റ്റുഡിയോ, എക്ലിപ്സ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ എല്ലാവർക്കും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് വിഷ്വൽ സ്റ്റുഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അത് ഉപയോഗിക്കാത്തവർ വളരെ കുറവായിരിക്കും. കാരണം കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ് വിഷ്വൽ സ്റ്റുഡിയോ. നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന ടൈമിൽ വിഷ്വൽ സ്റ്റുഡിയോ ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് ഉണ്ടാവുക? നമ്മളൊരു പ്രോഗ്രാമിംഗ് എഴുതി തുടങ്ങുമ്പോൾ അതിൽ തന്നെ നമുക്ക് സജഷൻ കിട്ടും. എവിടെയാണ് നമ്മൾക്ക് എന്താണ് അടുത്തത് വരുന്നത് എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി കാണിക്കും. അപ്പോൾ നമുക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതേപോലെ തന്നെ എവിടെയാണോ എറർ എന്നുള്ളതും അത് കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് മിസ്റ്റേക്സ് ചെയ്താൽ മതി, നമുക്ക് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. ഇനി എങ്ങനെയാണ് ഒരു പുതിയ സോഴ്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇത് മെയിനായിട്ട് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. എങ്ങനെയാണ് ന്യൂ സി പ്രോഗ്രാം ഫയൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സോഴ്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. പുതിയ പ്രോഗ്രാം എഴുതാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് ഏത് പ്രോഗ്രാമാണോ വേണ്ടുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ .c എന്ന് കൊടുക്കണം. കാരണം നമ്മൾ സി പ്രോഗ്രാമാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു പ്രോഗ്രാം എഴുതി, അതിനുശേഷം പ്രോഗ്രാം .c എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഏരിയയുടെ പ്രോഗ്രാമോ അല്ലെങ്കിൽ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ ആഡിങ് 2 നമ്പേഴ്സോ ഒക്കെയാണ് വെച്ചാൽ add.c എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ subtract.c. ഇപ്പോൾ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് ചെയ്യുന്നത് വെച്ചാൽ calculator.c. ഇത്രയേ ഉള്ളൂ. .c എക്സ്റ്റൻഷൻ കൊടുക്കുക. അപ്പോൾ ഈ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ തന്നെ എഴുതാം. എന്തായാലും 3 മാർക്ക് കിട്ടും. അടുത്തതാണ് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിനെ ഇനി എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു സി പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് മെയിനായിട്ട് എന്തൊക്കെ വേണം? ഹെഡർ ഫയൽസ് വേണം, അതിനുശേഷം ഒരു മെയിൻ ഫംഗ്ഷൻ വേണം, പിന്നെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതണം. അറ്റ് ലാസ്റ്റ് നമ്മളൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു കാര്യമായിരിക്കും റിട്ടേൺ 0 എന്ന് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വേണം. അപ്പോൾ ഒരു സ്ട്രക്ചറാണ് ഏറ്റവും അധികം നമ്മൾ കോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.
ഇനി നമുക്കൊന്ന് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം അവിടെ. അത് വളരെ ബേസിക് ആയിട്ടുള്ളതാണ്, പക്ഷേ ഇതൊരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ഒരു ബേസിക് എക്സ്പ്ലനേഷനും ഈ ഒരു ചെറിയ പ്രോഗ്രാമും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും അറിയുന്നൊരു കാര്യം ഇതായിരിക്കും അല്ലേ, ഹാഷ് ഇൻക്ലൂഡ് stdio.h. കോഡ് എഴുതാൻ അറിയാത്തവർക്കും ആകെ അറിയാൻ എഴുതുന്നൊരു സംഭവം അതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഇൻറ്റ് മെയിന്, അതിനുശേഷം നമ്മൾ ഒരു കർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക, പ്രിൻ്റ് ഹലോ വേൾഡ്. ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു സി പ്രോഗ്രാമാണ്. ഹലോ വേൾഡിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. റിട്ടേൺ 0 എന്ന് കൊടുക്കുക. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും വേണ്ടതാണ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അവസാനം നമ്മൾ എത്ര കേർലി ബ്രേസസ് ആണോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതെല്ലാം ക്ലോസ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഒരെണ്ണമാണ് ഓപ്പൺ ചെയ്തത്, അതുകൊണ്ട് ഒരെണ്ണം ക്ലോസ് ചെയ്യാം. ഇപ്പോൾ അഥവാ 2 3 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക 3 എണ്ണം അവിടെ ക്ലോസ് ചെയ്യണം. 3 ഓപ്പണിംഗ് ഉണ്ട് 2 ക്ലോസിംഗ് ആണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം തെറ്റി. അപ്പോൾ നമ്മൾ 3 ഓപ്പണിംഗ് ആണെങ്കിൽ 3 കേർലി ബ്രേസസ് വെച്ച് അത് ക്ലോസ് ചെയ്യും വേണം കേട്ടോ. ഇനി അടുത്തതാണ് എങ്ങനെയാണ് സേവ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. സേവിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫയല് പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യണം. ഈ വെച്ചെങ്കിൽ ആ ഡാറ്റ പോകും നമ്മുടേത്. അപ്പോൾ ഫയലിൽ ക്ലിക്ക് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് എക്സ്റ്റൻഷൻ കൊടുക്കുക. അപ്പോൾ സേവ് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും, ആ പ്രോഗ്രാം ലോസ് ആവും. നമ്മൾ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം ചെയ്ത പ്രോഗ്രാമിംഗ് ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ .c എക്സ്റ്റൻഷൻ കൊടുക്കണം. അത് മറക്കാണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ area.c എന്ന് കൊടുത്തിരിക്കണം. ഇല്ല നമ്മൾ വേറെ എന്തെങ്കിലും വെറുതെ ഏരിയ എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യില്ല കേട്ടോ. ഇനി കമ്പൈൽ ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം ഒരു സി പ്രോഗ്രാം. അപ്പോൾ കമ്പൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ലെവൽ സോഴ്സ് കോഡ് മെഷീൻ ലെവൽ കോഡാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹൈ ലെവലായിട്ടുള്ള കോഡിന് നമ്മൾ മെഷീൻ ലെവലിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ കമ്പൈലർ സിൻടാക്സ് എന്ത് ചെയ്യും, കമ്പൈലർ എന്താ ചെയ്യുക, സിൻടാക്സ് എറേഴ്സ് ചെക്ക് ചെയ്യും. നമ്മൾ ചെയ്തിട്ടുള്ളതിൽ സിൻടാക്സിൽ വരുന്ന എറേഴ്സൊക്കെ ഉണ്ടാവും. എറർ ഉണ്ടെങ്കിൽ അതൊരു ഒരു മെസ്സേജായിട്ട് നമുക്ക് കാണിക്കും. എറർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പുതിയ ഫയൽ ജനറേറ്റ് ചെയ്യും. എറർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണിക്കും ഇതാണ് നമ്മളുടെ എറർ എന്നുള്ളത്. എറർ ഇല്ലെങ്കിൽ അത് ഫയൽ ജനറേറ്റ് ചെയ്യും. ഇനി എന്തൊക്കെ ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ് ഉള്ളത് നോക്കാം. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാമർ മിസ്റ്റേക്കാണ്. അപ്പോൾ റൺ ടൈം എറർ എന്നും പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ വരുന്ന എററിനെയാണ് നമ്മൾ റൺ ടൈം എറേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 3 തരത്തിലുള്ള എറേഴ്സാണ് ഉള്ളത്, മനസ്സിൽ ഓർത്ത് വയ്ക്കുക. സിൻടാക്സ് എറർ, റൺ ടൈം എറർ, ലോജിക്കൽ എറർ. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാമർ റൂൾസ്, സി പ്രോഗ്രാമിങ്ങിൻ്റെ ഗ്രാമർ റൂൾസ് വയലേറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, അതിൻ്റെ അർത്ഥം സെമി കോളൻ മിസ് ചെയ്യുക, കോളൻ മിസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം എഴുതുന്നവർക്ക് കറക്റ്റ് മനസ്സിലാവും. നമ്മൾ ചെറുതായിട്ടൊരു സ്പേസിൻ്റെ മിസ്റ്റേക്ക് വരെ തന്നെ നമ്മുടെ എന്തുണ്ടാവും, പ്രോഗ്രാം റണ്ണാവില്ല. ചെറിയൊരു ഡോട്ടോ സെമി കോളനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്സ് വന്ന് നമുക്ക് ലെറ്റേഴ്സിൻ്റെ മിസ്റ്റേക്സ് അടക്കം മതി നമ്മളുടെ പ്രോഗ്രാം റണ്ണാവില്ല. അതിന് നമ്മൾ സിൻടാക്സ് എറേഴ്സ് എന്ന് പറയും. ഇനി അടുത്തതാണ് റൺ ടൈം എറർ. എന്താ റൺ ടൈം? റൺ ടൈം എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാം, പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററിനെയാണ് നമ്മൾ റൺ ടൈം എറർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡിവിഷൻ ബൈ 0. ഇനി എന്താണ് ലോജിക്കൽ എറർ? ലോജിക്കൽ എറർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് റോങ് ആയിരിക്കും, ബട്ട് പ്രോഗ്രാമിൽ ക്രാഷസ് ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, നിങ്ങളുടെ കോളേജിലൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ലാബിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തു, പക്ഷെ നമുക്ക് എവിടെയും എറർ പറയണില്ല. ലാസ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് വരുമ്പോൾ ഔട്ട്പുട്ടിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ട്, എന്നാൽ കോഡിൽ എറേഴ്സ് ഇല്ല. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ലോജിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ ലിങ്കിങ് പ്രോസസ്സ് എന്താണെന്നും എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ക്രിയേറ്റ് ചെയ്യാമെന്നും എങ്ങനെ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നും നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.